എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ജെല്ലിമിഠായി. ജെല്ലിമിഠായി കണ്ടാൽ പിന്നെ കുട്ടീസിൻ്റെ കാര്യം പറയേ വേണ്ട. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ജെല്ലിമിഠായി നമുക്ക് വീട്ടിലും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ അതും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടാതെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ജെല്ലിമിഠായി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടത് ജെലാറ്റിനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് കമ്പനിയുടെ ജെലാറ്റിൻ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബേക്കേഴ്സിൻ്റെ ജെലാറ്റിനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് ഇൻസ്ട്രക്ഷൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഈ ജെലാറ്റിലേക്ക് നല്ല 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത് നല്ല തിളച്ച വെള്ളം തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒട്ടും കട്ടിയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 കപ്പ് നോർമൽ വാട്ടറും കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അതൊരു 1/2 കപ്പോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓണാക്കിയിട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് പഞ്ചസാരയും നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് മെൽട്ടായിട്ട് നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെറുനാരങ്ങയുടെ നീരല്ലെങ്കിൽ വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. വാനില എസൻസിനേക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നമ്മുടെ ചെറുനാരങ്ങയുടെ നീര് ചേർക്കുമ്പോഴാണ്. കാരണം ആ ഒരു പുളിപ്പൊക്കെ കിട്ടുമ്പോൾ ആ ജെല്ലിക്ക് നല്ലൊരു സ്പെഷ്യൽ ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ച ജെലാറ്റിൻ്റെ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് കൈയെടുക്കാതെ ഒരു കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിൻ്റെ തരികളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അത് യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അധിക സമയം ഫ്ലെയിം ഓണാക്കി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ജെലാറ്റിനും പഞ്ചസാരയും കൂടിയിട്ടുള്ള ആ മിക്സ് ചൂടോടുകൂടി തന്നെ നമുക്ക് 4 ബൗൾസിലോട്ട് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എന്തിനാണ് മാറ്റുന്നത് വെച്ചാൽ നമ്മൾ ജെല്ലി ഓരോ കളേഴ്സിലായിട്ടല്ലേ കിട്ടുക. അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സും ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു 4 പാത്രത്തിലോട്ട് മാറ്റിയത്. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ഡിവൈഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഓരോ കളേഴ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഞാനത് ഒരു നുള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അടുത്ത കളർ യൂസ് ചെയ്യുമ്പം ഇതേ സ്പൂണ് വെച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കളറും ഈ കളറും കൂടി നന്നായിട്ട് മിക്സ് ആവും. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ സ്പൂണ് വേറെ വേറെ എടുക്കുക, അല്ലെങ്കിൽ കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത്തെ ബൗൾസിൽ ഞാൻ മാംഗോ ഫ്ലേവറായിട്ടുള്ള എസൻസാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊരു മഞ്ഞ കളറായിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് മൂന്നാമത്തെ ബൗളിലോട്ട് സ്ട്രോബെറിയുടെ എസൻസാണ്. അപ്പോൾ സ്ട്രോബെറി ഫ്ലേവറും കൂടി ഉള്ളത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1-2 ഡ്രോപ്സ് മാത്രം മതിയാണ് നമുക്ക്. അടുത്തതിലേക്ക് ഞാൻ ഒരു ഗ്രീൻ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രീനിൻ്റെ ഒരു 2 തുള്ളി ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ 4 കളർ ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ട്രേയിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഐസിങ് ട്രേ ആണ്, നമ്മൾ ഫ്രീസറിലൊക്കെ ഐസ് വയ്ക്കുന്ന ട്രേ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചോക്ലേറ്റ് മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാം. അപ്പോൾ പലരുടെയും കയ്യിൽ അത് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാനൊരു ട്രേ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോ സ്പൂണോ വെച്ചിട്ട് ഇതുപോലെ ഓരോ ഷേപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പം എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അപ്പോൾ ഈ ട്രേയും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബൗൾസിൽ തന്നെ നമുക്ക് ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ട്രേ ഉള്ളവർ ഇത് തന്നെ ഇങ്ങനെ തന്നെ യൂസ് ചെയ്തോളൂ. അപ്പോൾ ബാക്കിയുള്ള ഫ്ലേവേഴ്സ് നമുക്ക് ഇതുപോലെ തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ അകത്ത് തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പുറത്തൊന്നും ആവാതെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് ഡീമോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മളിത് എടുക്കുന്ന സമയത്ത് അതിൻ്റെ ചുറ്റിലും ഒട്ടിപ്പിടിച്ചിട്ട് നമുക്കിത് പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് ഒഴിക്കുക. അപ്പം ബാക്കിയുള്ളത് ഞാൻ ഇതുപോലെ സിലിക്കോണിൻ്റെ
ചോക്ലേറ്റ് മോൾഡിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെയുള്ളത് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ നേരത്തെ നമ്മൾ ട്രേയിൽ ഒഴിച്ച പോലെ തന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിക്കുക. അപ്പോൾ പുറത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ വളരെ പെട്ടെന്ന് തന്നെ പറ്റും. അപ്പോൾ ഞാൻ ഇത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇത് രണ്ടും നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂറേക്ക് വെക്കുക. അപ്പോൾ വെക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത് നമ്മൾ ചൂടാക്കിയ സാധനമാണല്ലോ, അപ്പോൾ ചൂട് ഒട്ടും തന്നെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഒരു അരമണിക്കൂറിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഞാനിത് അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചതിന് ശേഷം താഴത്തെ നമ്മുടെ നോർമൽ തണുപ്പിലോട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നു. താഴത്തെ ഫ്രിഡ്ജിന് താഴെ ഭാഗത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല തണുപ്പിച്ച് കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഫ്രീസറിൽ തന്നെ വയ്ക്കാം. അപ്പോൾ ചെറിയൊരു തണുപ്പ് മതിയെങ്കിൽ താഴെ തട്ടിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ ഞാൻ ഇതുപോലെ നമുക്കിതുപോലെ മോൾഡിൽ നിന്ന് ഡീമോൾഡ് എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് നമ്മുടെ ജെല്ലി മിഠായിക്കും കിട്ടും. നമ്മൾ ട്രേയിൽ വെച്ചത് എങ്ങനെ എടുക്കണം എന്ന് വെച്ചാൽ ഇതുപോലൊരു സ്പൂൺ എടുത്തിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് വിടിവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ വിടിവിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാതെ തന്നെ നമുക്ക് എടുത്ത് മാറ്റാൻ പറ്റും. അപ്പോൾ ഇതുപോലെ സൈഡ് ഒന്ന് വിടിവിച്ചതിന് ശേഷം അതിൻ്റെ സ്പൂണിൻ്റെ ആ അടിഭാഗം നന്നായിട്ടൊന്ന് താഴ്ത്തി ഒന്ന് നല്ല പ്രസ് ചെയ്ത് ഒന്ന് വലിച്ചാൽ മതി. അപ്പോൾ ഒട്ടും പൊട്ടാതെ തന്നെ നമ്മുടെ ജെല്ലി മിഠായി നമുക്ക് നന്നായിട്ട് കിട്ടും. കണ്ടില്ലേ, ഇത് എത്രമാത്രം സോഫ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പോഞ്ചി ആയിട്ടുള്ള നമ്മളെ ജെല്ലി മിഠായി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒന്നാണല്ലേ ജെല്ലി മിഠായി. അപ്പോൾ ഇതുപോലെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ ഒരു ഷുഗർ കോട്ടിംഗ് ഉണ്ടാവും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതുപോലെ ഒന്ന് പഞ്ചസാരയിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും കുട്ടികൾക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കൂ. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് എന്ന് മാത്രമല്ല മുതിർന്നവർക്കായാലും ജെല്ലി മിഠായി എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കൂ. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അതുപോലെ തന്നെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.